പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്നാനികളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ക്ലാമത്തിൽ പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഷിയച്ഛൻ്റെ ജൂബിലി നമ്മുടെ കുടുംബത്തിൽ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഞാനും സ്റ്റാനിയും കൂടെ കൂടി ഈ പൊന്നാട അണിയിക്കുകയാണ്. അടുത്തത് ജോസച്ച, ജൂബിലേറിയനായ യോഷിയച്ച, പ്രിയപ്പെട്ട നമ്മുടെ അമ്മച്ചി, അതുപോലെ ചേച്ചിമാരെ, സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും കൂടി നമ്മുടെ കുഞ്ഞുമകൻ യോഷിയച്ഛൻ്റെ ജൂബിലി ആഘോഷം നമ്മുടെ ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിനമാണിന്ന്. നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു സുദിനം. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലെ എല്ലാവരും കുടുംബസമേതം ഒന്നിച്ചു കൂടിക്കൊണ്ട് ഈ ആഘോഷം നടത്തുന്നത്. ആ ദിനത്തിൽ തന്നെ നമ്മുടെ ജൂബിലി ആഘോഷവും തെരഞ്ഞെടുത്തതിൽ നല്ല ദൈവത്തിന് നന്ദി പറയാം. 2001 ജനുവരി 11 ഈ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ മകൻ യോഷിയച്ഛൻ ഈ കാലം അത്രയും കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണമായി തൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് അനേകർക്ക് നന്മ ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി സേവനം ചെയ്യുവാൻ ദൈവം അനുവദിച്ച ആ നല്ല ദിനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നല്ല ഈ അവസരങ്ങളെ ഓർത്ത്, ഈ കാലഘട്ടത്തെ ഓർത്ത്, ഒപ്പം നമുക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പെരുമഴ പെയ്ത് നമുക്ക് ഓരോരുത്തർക്കും വർഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് അനുമോദിക്കുന്നതിനായി കൂടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കാം. ആദ്യമായിട്ട് ഒരു തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന ജോഷിയച്ഛന് ഒരു ക്രൂശിത രൂപം സമ്മാനിച്ചുകൊണ്ട്, എല്ലാവരും കണ്ടല്ലോ, സമ്മാനിച്ചുകൊണ്ട് ഇതിന് തുടക്കം. നമ്മുടെ കുടുംബത്തിന്റെ പേരില് നമുക്ക് എല്ലാവരുടെയും പേരില് ഒരു സമ്മാനം ഇങ്ങോട്ട് കൊടുത്തു കളയാം. ജോഷിയച്ച, പ്രിയപ്പെട്ട ജോസച്ച, ഞങ്ങളുടെ പ്രത്യേക ക്ഷേത്രമായിരിക്കുന്ന സ്നാനി ആൻറ്റി,
പ്രിയമുള്ള അമ്മായി, മറ്റുള്ള കുടുംബ അംഗങ്ങളെ, പുൽപ്പേ കുടുംബത്തെ സംബന്ധിച്ചോളം ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു വലിയ നിമിഷമാണ്. നീണ്ട 25 വർഷങ്ങൾ കർത്താവിൻ്റെ പ്രതിപുരുഷനായി സേവനം ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ടാമത് ഒരു അച്ഛൻ കൂടി നമുക്ക് 25 വർഷം പൂർത്തിയാക്കി എന്നുള്ളത് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചോളം സന്തോഷകരമായ ഒരു സമയമാണ്. വൈദികൻ എന്ന് പറയപ്പെടുന്നത് മുൻപിൽ വയ്ക്കപ്പെടുന്നവൻ എന്നാണ്. എല്ലാ വൈദികരും കർത്താവിൻ്റെ മുന്നിലും അതോടൊപ്പം തന്നെ സഭയാകുന്ന ദൈവജനത്തിന് മുന്നിലും വയ്ക്കപ്പെടുന്നതാണ്. ഒരു വൈദികനെ സംബന്ധിച്ചോളം 25 വർഷങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയപ്പെടുന്നതും ഒരു വലിയ അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. അത് ദൈവാനുഗ്രഹം ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട്, ഈ ദൈവവിളി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ജോഷിയച്ചന്റെ ബാച്ചിൽ പഠിച്ചവര് ഇന്ന് വൈദികനായിട്ട് എത്ര പേരുണ്ട്, ബാച്ചിൽ തുടങ്ങിയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും ജോഷിയച്ചൻ ക്ലാസ് പറയുമ്പോൾ നമ്മളോട് പറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായ ആ നിമിഷത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. കുടുംബാംഗങ്ങളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ജോഷിയച്ചന്റെ മൂത്ത പെങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമേ ഇന്നിവിടെ എത്താതെയുള്ളൂ. രണ്ടാമത്തെ പെങ്ങൾ എന്തോ പ്രത്യേക സാഹചര്യത്താൽ എത്തിച്ചേർന്നിട്ടില്ല. രണ്ടാമത്തെ പെങ്ങളും കൊച്ചും. ബാക്കി എല്ലാവരും തന്നെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നവരും ആയിരിക്കുന്ന കൊച്ചുമക്കളും അതേപോലെ അനിയന്റെ മക്കളും എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സന്തോഷമാണ് തരുന്നത്. അതോടൊപ്പം തന്നെ ജൂബിലി ആഘോഷിക്കുന്നതിന് വേണ്ടി തന്നെ പാപ്പനായ അച്ഛൻ ബ്രസീലിൽ നിന്ന് ഈ ജൂബിലി കാലയളവിൽ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നതും സന്തോഷകരമായ ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പുൽപ്പേൽ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ആന്റി കൊല്ലത്താണ് സേവനം ചെയ്യുന്നത്, റിട്ടയർമെന്റ് ആണ്. എങ്കിലും ആ ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിനും ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്ന നിമിഷം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലേക്ക് അടുത്ത 50 വർഷം പൂർത്തിയാക്കുവാൻ വേണ്ടി ജോഷിയച്ചന് ദൈവാനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീണ്ട 50 വർഷങ്ങളാകുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രാസംഗികനായ ഞാനോ ഈ പറയുന്ന ഇതിനകത്ത് നമ്മളിൽ പലരും ഉണ്ടാകണമെന്നില്ല. നീണ്ട 25 വർഷം ആണ് ഇനി മുന്നോട്ട് കിടക്കുന്നത്. പക്ഷെ 50 വർഷം പൂർത്തിയാക്കാൻ ജോഷിയച്ചൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അച്ഛന്മാരെ സംബന്ധിച്ചോളം ഉള്ള ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റർ ആന്റി ആണെങ്കിൽ 50 വർഷം പൂർത്തിയാക്കി എന്നും പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ 36 വർഷം പൂർത്തിയാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസച്ചനുണ്ട്. ഇനി 14 വർഷങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ 50 വർഷം പൂർത്തിയാകുകയാണ്. അപ്പൊ ജോഷിയച്ചനും ജോസച്ചനും സിസ്റ്റർ ആന്റിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുൽപ്പേൽ കുടുംബത്തിന്റെ കൃത്യമായ നന്ദിയും ആശംസകളും പ്രാർത്ഥനയും ഈ അവസരം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജോഷിയത്തിന് അംഗ കുടുംബത്തിന്റെ ഒരു സ്നേഹോപകാരം സമർപ്പിച്ചു. ഞങ്ങളുടെ ജൂബിലിയുടെ ആഘോഷത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ജോസഫിനും അതോടൊപ്പം സിസ്റ്റർ ആന്റിക്കും ഞങ്ങളുടെ വക ഒരു ചെറിയ സ്നേഹോപകാരം കൂടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ രംഗം വിടുകയാണ്. നമുക്ക് കിട്ടിയതാണ്. ശരി, ഈ ഫോട്ടോ എടുക്കാൻ ജോഷിയുടെ എല്ലാവരുടെയും കിട്ടിയത്. വിശുദ്ധയം കന്യാമറിയാമിൽ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞാലിൽ ദൈവവാത്സല്യങ്ങൾ ഞങ്ങൾക്കാകട്ടെ. പ്രിയമുള്ള പാപ്പ, കുഞ്ഞമ്മേ, പ്രിയ അമ്മച്ചി, പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും കൂടെ
എൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു ആഘോഷം നടത്തുവാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ദൈവം അതിന് അനുഗ്രഹം നൽകി. ഈ അവസരത്തിൽ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. പാപ്പനും കുഞ്ഞമ്മയും അതുപോലെ സജീവും ഒക്കെ ആശംസകൾ പറഞ്ഞു. നിങ്ങളെല്ലാവരും പൂക്കൾ നൽകി, സമ്മാനങ്ങൾ നൽകി, ആശംസകൾ നേർന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. ദൂരെ നിന്ന് വന്നവരൊക്കെ ഉണ്ട്. ഒത്തിരിയേറെ ത്യാഗങ്ങളൊക്കെ സഹിച്ചാണ് പലരും എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയവും എല്ലാം എനിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു, പ്രാർത്ഥിച്ചു. ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുവാനായിട്ട് നിരവധി പേരുണ്ട്. എൻ്റെ ഗുരുഭൂതർ, ഇടവാംഗങ്ങൾ, മറ്റ് സ്വന്തക്കാർ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഏറ്റവും ഉപരിയായിട്ട് സ്വർഗത്തിലായിരിക്കുന്ന അപ്പച്ചനെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അപ്പച്ചൻ്റെ ആ ത്യാഗവും ഒക്കെയാണ് എന്നെ ഒരു വൈദികനാക്കുകയും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുവാനായിട്ട് അവസരമൊരുക്കി തരികയും ചെയ്തത്. അപ്പച്ചനും അതുപോലെ തന്നെ മരണം വഴി വേർപിരിഞ്ഞ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയും അവർക്ക് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുകയാണ്. സ്വർഗത്തിൽ അവർ ആയിരുന്നു കൊണ്ട് എനിക്ക് നന്മകൾ നേരുന്നുണ്ട് എന്നെനിക്കറിയാം. നേരത്തെ ആശംസ പറഞ്ഞപ്പോൾ സജു പറയുകയുണ്ടായി, ബാച്ചിൽ എത്ര പേരുണ്ട് എന്നൊക്കെ പറയുമെന്ന്. എൻ്റെ ബാച്ചിൽ 20 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 7 പേരാണ് വൈദികരായിരുന്നത്. ബാക്കി എല്ലാവരെയും കാണാറുണ്ട്. എല്ലാവരും ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. ഇവിടുത്തെ വികാരി അച്ഛനും എൻ്റെ ബാച്ചുകാരനാണ്. എല്ലാ ബാച്ചുകാരെയും അതുപോലെ തന്നെ മാനന്തവാടി രൂപതയിലെ എല്ലാ വൈദികരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. എനിക്ക് പട്ടം നൽകിയ പോത്തനാമൊഴി പിതാവിനെ ഓർക്കുന്നു. അതുപോലെ തന്നെ എന്നെ സെമിനാരിയിലെടുത്ത തൂങ്കിഴി പിതാവിനെ ഓർക്കുന്നു. ഇപ്പോഴുള്ള ജോസ് പിതാവിനെയും അലക്സ് പിതാവിനെയൊക്കെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഞാൻ 10 ഇടവകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ 2 ഇടവകളിൽ കൊച്ചച്ഛനായിട്ടാണ് സേവനമനുഷ്ഠിച്ചത്. ഞാൻ സേവനം ചെയ്ത ഇടവകളിലെ എല്ലാ ഇടവകക്കാരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. എല്ലാ ഇടവകളിലും ഏറ്റവും നന്നായി സേവനമനുഷ്ഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതെല്ലാം ദൈവം എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ പരിപാലനയാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എനിക്കുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്ദി.